അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് റെഡിമെയ്ഡ് ചപ്പാത്തി ആയതുകൊണ്ട് എളുപ്പത്തിന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈസി ആയിട്ട് നമുക്ക് കുഴയ്ക്കുകയോ നിരത്തുകയോ അങ്ങനെയൊന്നും വേണ്ട. അങ്ങ് കല്ല് ചൂടാക്കുകയോ എടുത്തങ്ങ് തട്ടുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ദേ കറിയാണ് അടുപ്പിൽ കിടന്ന് തിളച്ച് മറിയുക. വെന്ത് കേട്ടാ ചിക്കൻ കറിയാണേ. അപ്പം നമുക്ക് ചിക്കൻ കറി വെച്ചിട്ട് ലാസ്റ്റ് ഒരു പൊടിക്കൈ ഉണ്ട് കേട്ടോ. ഈ ചിക്കൻ കറി വെന്ത് തീരുമ്പോഴത്തേക്ക് ലാസ്റ്റ് ഇച്ചിരി ഉലുവ പൊടിച്ച് വറുത്ത് പൊടിച്ച് ഒരു നുള്ളു ഉലുവപ്പൊടി ചേർത്തതിന് ശേഷം മല്ലിയിലയും പിന്നെ കറിവേപ്പിലയും കൂടെ അങ്ങ് തൂകി അടച്ചു വയ്ക്കണം. അപ്പോഴേ എൻ്റെ പൊന്നേ എന്ത് നല്ല മണമെന്നറിയാം. പോരാത്തതുണ്ട് ചിക്കൻ കറിയിൽ ചേർത്തിരിക്കുന്ന മസാല വെറൈറ്റിയാണ്. അപ്പോൾ അതും കൂടെ ആകുമ്പം ചിക്കൻ കറി നല്ല സൂപ്പറാണ്. പ്രത്യേകിച്ച് കൊച്ചുള്ളിയും കൂടെ ഇട്ടൊക്കെ വയ്ക്കുമ്പോഴത്തേക്ക് എല്ലാം കൊണ്ട് ചിക്കൻ കറി സൂപ്പറാണ്. അപ്പോൾ ചപ്പാത്തിക്ക്, അപ്പത്തിന്, പൂരിക്കൊക്കെ എല്ലാത്തിനും ചിക്കൻ കറി അടിപൊളിയാണെന്ന് ആർക്കും ഒന്നും പറയണ്ട. കണ്ട ഞാൻ ഉലുവ പൊടിച്ചത് ചേർക്കണണ്ട. അപ്പോൾ ഉലുവ പൊടിച്ച് ചേർക്കണ ചിക്കൻ കറി ഒന്ന് വച്ച് നോക്കണേ കൂട്ടുകാരെ. ലാസ്റ്റ് ചേർക്കണം കേട്ടോ. വെന്ത് ഇറങ്ങാറാകുമ്പോഴാണ് ഉലുവപ്പൊടി ചേർക്കേണ്ട. ഉലുവപ്പൊടി ചേർത്തതിന് ശേഷം മല്ലിയിലയും കറിവേപ്പിലയും കൂടെ ഇങ്ങനെ അരിഞ്ഞ് തൂവിയാൽ മതി. അത് കഴിഞ്ഞിട്ട് നമുക്ക് കാപ്പിയൊക്കെ കുടിക്കാം. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കറി ഇതൊക്കെയാണ്. അപ്പം ഞാനും എൻ്റെ മക്കളും കൂടെ കഴിക്കാനിരിക്കും. ചിക്കൻ കറി എങ്ങനെയുണ്ട്? കൊള്ളാം. മുഖത്ത് നോക്കി പറയൂ. കൊള്ളാം. പിള്ളേർക്കൊക്കെ ജലദോഷം അടിച്ചു. അപ്പം ഞങ്ങൾ കഴിക്കട്ടെ. അപ്പം ഞങ്ങളിതേ കഴിക്കാൻ പോകുന്നു. കഴിക്കുന്ന പാത്രം കണ്ടല്ലോ. എരിവുണ്ടാ പിള്ളേരെ? മൂക്കൊലിക്കും. നമ്മളെടുത്ത മസാലക്കട്ടി നല്ല മസാല. പിന്നെ തവ ഹോട്ടൽ, പഞ്ചാബി ഹോട്ടൽ, ഇങ്ങനത്തെ ഹോട്ടലുണ്ടല്ലോ, അതിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോകുമ്പോൾ ഇങ്ങനത്തെ മണം വരും. അതെന്തെന്നറിയോ? ഹിന്ദിക്കാർക്ക് അറിയാം ആ മസാലയുടെ ഇത്. സൂപ്പർ ടേസ്റ്റാണത്. നമ്മുടെ നാട്ടിലെ ഈസ്റ്റൻ്റെ മസാലയൊക്കെ ഇല്ലേ, അതിനെക്കാട്ടി നല്ല ടേസ്റ്റാണ് ഈ ചിക്കൻ മസാലയൊക്കെ. അല്ലാതെ നമ്മളെ നാട്ടിലെ ഗരം മസാല അതുപോലത്തെ മിക്സഡ് വേറെ മസാല ഉണ്ട്. അതിന് ഗഡി മസാല എന്ന് പറയും. ഗഡി മസാല അത് സൂപ്പർ ടേസ്റ്റാണ്. ചായ കുടികൾ ഒന്നുണ്ടോ? കഴിക്കട്ടാ. നിങ്ങളെ കഴിച്ചാ? കൊച്ചുള്ളി ഇട്ട് വയ്ക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയും കൂടെ ഉണ്ട് അല്ലേ? പിന്നെ മസാല നല്ലതാണെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് ഒന്നും വേണ്ട. നല്ല ജ്യൂസി എന്നൊക്കെ പറയില്ലേ, അതുപോലെയൊക്കെ നല്ല ഇത്. പിന്നെ ചിക്കനൊക്കെ ഇങ്ങനെ ചപ്പാത്തി ഇങ്ങനെ ചിക്കനകത്താക്കിയിട്ട് ഇതാ